സർക്കാർ കേരളത്തോടും പൊതുവിദ്യാഭ്യാസ മേഖലയോടും കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ KRTA ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ കുടിശ്ശികയ്ക്കു പുറമെ ഈ സാമ്പത്തിക വർഷം സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അനുവദിക്കേണ്ട 513 കോടിയിൽ 1 രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനവും സഹായ ഉപകരണ വിതരണവും വിവിധ പരിശീലനങ്ങളും ഗ്രാന്റുകളും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി വിധി അനുസരിച്ച് സ്ഥിരപ്പെടുത്തൽ നടത്തുക, ശമ്പള വർധനവ്, വിവിധ ആനുകൂല്യങ്ങൾ എന്നിവ അനുവദിക്കുക, PM-ശ്രീ പദ്ധതി വഴി കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ആന്റണി ജോൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഈ രംഗത്ത് നന്നായി മുന്നോട്ട് പോകുന്നത് കേവലം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം ഉൾപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആ നിലയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് ജില്ലാ പ്രസിഡന്റ് ജിൽബി ജോസഫ്, ശാലിനി ചന്ദ്രൻ, സബീന ജോസ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സൈമൺ ബ്രിട്ടോ അനുസ്മരണം സംസ്ഥാന സെക്രട്ടറി എൽദോ ജോൺ നിർവഹിച്ചു. KSTA സംസ്ഥാന സമിതി അംഗം ഡാൽമിയ തങ്കപ്പൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TA അബൂബക്കർ, KRTA സംസ്ഥാന സമിതി അംഗം പളനിസ്വാമി, ലിമി ഡാൻ, സ്മിത ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെസിയമ്മ ആന്റണി, ജില്ലാ സെക്രട്ടറി PG ലേഖ, ജില്ലാ ട്രഷറർ ജിലി P ജോയ്, പ്രസിഡന്റ് ജിൽബി ജോസഫ്, ശാലിനി ചന്ദ്രൻ, സ്മിത ജോർജ്, PG ലേഖ, സബീന ജോസ്, ഷീജ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.